അസ്സലാമലൈക്കും. ഷംറാസ് ക്ലബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം ഇന്നൊരു ഈസി പഴത്തിനെ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 പഴമാണ് എടുത്തിട്ടുള്ളത്. 2 പഴം ചെറുതായി അരിഞ്ഞിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് പഴത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് പിന്നെ 2 ഏലക്കായും ചേർത്ത്, ഏലക്കായ പൊടിയാണ് നിങ്ങളെടുത്തുള്ളെങ്കിൽ അതും കൂടി ചേർത്ത് നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൽ കുറച്ച് മൈദ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ മൈദ ആവശ്യം ഉണ്ടാവുള്ളൂ. അത് പഴത്തിനനുസരിച്ചുള്ള മൈദയാണ് നമുക്ക് ആവശ്യം ഉണ്ടാവുക. അപ്പം മൈദ കുറച്ചിട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊരു സ്പൂണ് കൊണ്ട് പിന്നെ നല്ലോണം അത് ചേർത്ത് കൊടുക്കുക. ആ സ്പൂണിൽ നിന്ന് വിട്ട് വരുന്ന രൂപത്തിലായിരിക്കണം കേട്ടോ ചേർക്കണം. എന്നിട്ട് ഒരു പാനിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നമുക്ക് ഒരു സ്പൂണ് വീതം നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നല്ല ഒരു ക്രിസ്പി ആയിട്ട് ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. പിന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വേറെ ഒന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല. അടിപൊളി ടേസ്റ്റാണ്. ഇത് തിന്നിട്ട് മക്കളൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. കൂടുതലായിട്ടൊന്നും കൂടുതലായിട്ട് എടുക്കണം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഞാനൊരു പറഞ്ഞുതരാം. പഴം, പഞ്ചസാര, മൈദ, അപ്പത്തോരൻ, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്. ഇത്ര മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കും. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും